എല്ലാവർക്കും നമസ്കാരം. ഇന്നിവിടെ ചെയ്യുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. പാലക്കാടൻ ചായക്കട പലഹാരമായ വെങ്കായ വടയാണ് ഇന്ന് ചെയ്യുന്നത്. ഇനി നമുക്കിതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇതിനു വേണ്ടിയിട്ടുള്ള ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടി 1 കപ്പ് കടലമാവ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് മൈദയാണ്. അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ്. സോഡാപ്പൊടി എന്ന് പറഞ്ഞ് മേടിക്കാൻ കിട്ടും, അത് ചേർത്ത് കൊടുത്താലും മതി. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വേണം ഇതിലേക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ. ഇവിടെ ഇപ്പോൾ പൊടികളൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇടത്തരം വലിപ്പമുള്ള സവോള വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. അടുത്തതായിട്ട് ചേർക്കുന്നത് കുറച്ച് കറിവേപ്പില, 4-5 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കുറച്ച് കൂടുതൽ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നതാണ് ടേസ്റ്റ്. അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് 2 പച്ചമുളക് വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. ഇത് 1 ഇഞ്ച് കനത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചി വളരെ ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഇഡ്ഡലി മാവാണ്. 3-4 ടേബിൾ സ്പൂൺ ഇഡ്ഡലി മാവ് ചേർത്ത് കൊടുക്കാം. കുറച്ച് കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഏകദേശം ഒരു 1/2 കപ്പ് വെള്ളം മാത്രമേ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. വെള്ളം ഒരുപാട് കൂടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ബാറ്റർ കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കുന്നുണ്ട്. ആ സമയത്ത് ഉള്ളിയിലുള്ള വെള്ളമൊക്കെ ഒന്നും കൂടി ഒന്ന് മാവിലേക്ക് ഇറങ്ങി വരും. അതിനനുസരിച്ച് വേണം വെള്ളം ചേർത്ത് കൊടുക്കാൻ. ബാറ്ററിൽ ഒരുപാട് വെള്ളം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ വെങ്കായ വടയിലേക്ക് എണ്ണ കയറാനുള്ള സാധ്യതയുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. 2 മണിക്കൂർ കഴിയുമ്പോഴേക്ക് മാവൊക്കെ ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് വരും. ഇതിപ്പോൾ ഇളക്കുമ്പോൾ തന്നെ മനസ്സിലാകും, മാവൊക്കെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ മാവിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ ചൂടായ എണ്ണയാണ്. ഇതുപോലെ ചൂടായ എണ്ണ മാവിലേക്ക് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ വെങ്കായ വട നല്ല സോഫ്റ്റായിട്ട് കിട്ടും. എണ്ണ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ല ചൂടായ എണ്ണയിലേക്ക് മാവ് കുറേശ്ശെയായിട്ട് കോരി ഒഴിച്ച് കൊടുക്കാം. ഇതുപോലെ എണ്ണയിലേക്ക് മാവ് ഇട്ട് കൊടുക്കുമ്പോൾ വളരെ കുറച്ച് മാത്രമേ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് ഡബിൾ സൈസായിട്ട് വരും. ഒരുപാട് മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ പാത്രത്തിൽ വടയെല്ലാം കൂടെ തിങ്ങി വരും. അതുകൊണ്ട് വളരെ കുറച്ച് മാത്രമേ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. വടയുടെ ഒരു സൈഡ് ചെറുതായിട്ട് ശരിയായിട്ട് വരുമ്പോഴേക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ചെറിയ തീയിലിട്ടിട്ട് വേണം ഇത് വറുത്തെടുക്കാൻ. തിരിച്ചും മറിച്ചും ഇട്ട് സാധാരണ ഉഴുന്നുവടയുടെയൊക്കെ കളറാകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. മാവൊക്കെ നേരത്തെ റെഡിയാക്കി വെച്ച് ചായ തിളപ്പിക്കുന്ന സമയത്ത് നമുക്ക് ഇത് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. എല്ലാവരും ഇതുപോലെയൊന്ന് ചെയ്തു നോക്കുക. എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റ് ആയിട്ടിട്ടുണ്ടെങ്കിൽ അതിനുള്ള മറുപടി തരുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.